ദൈവം ഒരു വ്യക്തിക്ക് പ്രതിഫലം നൽകുന്നത് അവിടുന്ന് ആ വ്യക്തിയെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ ചെയ്തു എന്നതിനാൽ മാത്രമാകുന്നു. ആ ജോലി ചുരുങ്ങിയ കാലയളവിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തന്നെ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ വളരെ അപ്രസക്തമായിരുന്നാൽ പോലും അതിൽ ആ വ്യക്തിയുടെ വിശ്വസ്തതയെയാണ് ദൈവം കണക്കാക്കുന്നത്. ജീവസന്ദേശം ബൈബിൾ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ജീവിത ദുരിതങ്ങളുടെ മധ്യത്തിലും ആത്മാർത്ഥതയോടെ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഭക്തരുടെ ഹൃദയങ്ങളിൽ പലപ്പോഴും ഉയരുന്ന ഒരു ചോദ്യമാണ്, ഇതിനൊക്കെയും എന്തെങ്കിലും പ്രതിഫലമുണ്ടാകുമോ എന്നത്. ഒരിക്കൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ഇതേ ചോദ്യം ഉന്നയിച്ചു. അതിന് കർത്താവ് നൽകിയ മറുപടി ആർക്കും ഒരിക്കലും അപഹരിക്കുവാൻ കഴിയാത്തതും നിത്യമായതുമായ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നായിരുന്നു. തൻ്റെ നാമത്തോട് നാം കാണിക്കുന്ന സ്നേഹവും വിശ്വസ്തതയും സേവനവും മറന്നു കളവാൻ തക്കവണ്ണം ദൈവം അനീതിയുള്ളവനല്ല എന്ന് തിരുവചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 20-ാം അധ്യായത്തിൻ്റെ 34 വരെയുള്ള വാക്യം. പ്രതിഫലം പ്രതീക്ഷിക്കാതെ നമ്മൾ ആരും ഒന്നും ചെയ്യാറില്ല. പ്രതിഫലം പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ പ്രതിഫലം തരേണ്ട ആൾ പ്രതീക്ഷിക്കുന്നത് എന്ത് എന്നറിയാതെ അധ്വാനിക്കുന്നത് മണ്ടത്തരമാണ്. അങ്ങനെ അധ്വാനിച്ചതിന് ശേഷം ഞാൻ പ്രതീക്ഷിച്ച പ്രതിഫലം ലഭിച്ചില്ല എന്ന് പരാതിപ്പെടുന്നത് അന്യായവുമാകുന്നു. എത്രമാത്രം അധ്വാനിച്ചുവെന്നോ എത്രമാത്രം അസാധാരണമാം വിധം പ്രവർത്തിച്ചുവെന്നോ ഉള്ളതല്ല, പ്രവർത്തനത്തോടുള്ള വിശ്വസ്തതയാണ് പ്രതിഫലം കൊടുക്കുന്നതിനുള്ള മാനദണ്ഡമായി ദൈവം പറയുന്നത്. ഏൽപ്പിച്ച ഉത്തരവാദിത്തം വിശ്വസ്തയോടെ ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംതൃപ്തി തന്നെ വലിയ പ്രതിഫലം ആകുന്നു എന്നോർക്കണം. ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ വിശ്വസ്തയോടെ വളർത്തുന്നത് കുഞ്ഞുങ്ങളിൽ നിന്നും ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടാകില്ല. അവരുടെ വളർച്ച, പുരോഗമനം അത് കാണുന്നത് തന്നെ അമ്മയ്ക്ക് സംതൃപ്തി നൽകും. ആർക്കെങ്കിലും നമ്മൾ ഔദാര്യദാനങ്ങൾ നൽകുവാൻ സന്മനസ്സുള്ളവരാണെങ്കിൽ നമ്മൾ ത്യാഗപൂർവം ചെയ്യുന്നത് മറ്റുള്ളവർ അറിഞ്ഞില്ല എങ്കിൽ പോലും, ഇനിയും ദാനം ലഭിച്ച ആൾ നിങ്ങളോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ പോലും, ദാനം ലഭിച്ച ആൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിച്ചു എന്നിരുന്നാൽ പോലും ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുവാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്കുള്ള ചാരിതാർത്ഥ്യം നിങ്ങളുടെ മഹത്തായ പ്രതിഫലമായിരിക്കും. തങ്ങൾക്കുണ്ടായിരുന്ന സകലതും വിട്ട് യേശുവിനെ പിൻപറ്റിയ ശിഷ്യന്മാർ പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ന്യായമായ സംഗതിയാകുന്നു. പത്രോസ് യേശുവിനോട് ചോദിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, പത്രോസ് അവനോട്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. പത്രോസ് ഇവിടെ വളരെ സ്വാർത്ഥപരമായി സംസാരിക്കുന്നു എന്ന് തോന്നാവുന്നതാണ്. എന്നാൽ യേശു അവനെ ശാസിക്കുന്നില്ല. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പത്രോസിന് എത്ര വലിയ പ്രതിഫലമാകുന്നു ലഭിക്കുവാൻ പോകുന്നതെന്ന് യേശു അവനോടിപ്പോൾ പറയുകയാണ്. ക്രിസ്തു വിശ്വാസികളായ നാമും ഇന്നൊരു പ്രതിഫലത്തിനായി പ്രവർത്തിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 29 മുതലുള്ള വാക്യങ്ങളിൽ, എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും.
അവൻ നിത്യജീവനെയും അവകാശമാക്കും. എങ്കിലും മുമ്പന്മാർ പലർ പിമ്പന്മാരും പിമ്പന്മാർ മുൻപന്മാരും ആകും. യേശുവിന് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുള്ള വിശ്വാസികളായ സകലർക്കും പ്രതിഫലമുണ്ട് നിശ്ചയം. ലോകം കേട്ടിട്ട് പോലുമില്ലാത്ത, ആരാലും അറിയപ്പെടാത്ത വിശുദ്ധന്മാർ അനേകർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം ഒന്നാം സ്ഥാനം നൽകുന്നതാണ്. ഈ ആയുസ്സിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ വിഹരിച്ചിരുന്ന അനേകം ക്രിസ്തീയ നേതാക്കളെ അന്ന് അവഗണിക്കുകയും അറിയപ്പെടാതിരുന്ന വിശുദ്ധന്മാർ അനേകർക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്യും എന്നത് ഒരു സത്യമാണ്. എത്ര മഹത്വകരമായ, ആശ്ചര്യകരമായൊരു ചിത്രമാകുന്നു നമുക്കിവിടെ ലഭിക്കുന്നത്. ഇനിയും മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ അവസാനം ക്രിസ്തു പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ നിർത്തിയത്. അതിൻ്റെ തുടർച്ചയാണ് 20-ാം അധ്യായത്തിലെ ആരംഭത്തിലെ ഉപമയിൽ നാം കാണുന്നത്. മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരുടെ ഉപമ പറഞ്ഞുകൊണ്ടാണ് 20-ാം അധ്യായം കർത്താവ് ആരംഭിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ നാം ഇതുവരെ കണ്ടുവന്ന ഗതിയിലെ സമയം സൂചിപ്പിക്കുന്ന ഭാഗം ഈ അധ്യായത്തോടെ അവസാനിക്കുകയാണ്. ഈ അധ്യായം മുതൽ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ഗതിയിൽ വേഗത കൂടുന്നതായും നമ്മുടെ കർത്താവ് നേരെ ക്രൂശിങ്കിലേക്ക് നീങ്ങുന്നതായും കാണാം. സ്വർഗരാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയുടെ ഏതാനും വസ്തുതകൾ കൂടി വെളിപ്പെടുത്തുവാൻ ഈ അധ്യായം പ്രത്യേകിച്ചും ശ്രദ്ധിച്ചിരിക്കുന്നു. പ്രതിഫലങ്ങൾ നൽകുന്നതിൻ്റെ പ്രമാണം അല്ലെങ്കിൽ അടിസ്ഥാനം ഈ ഉപമയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ജോലി ചെയ്തുവെന്നോ എത്രമാത്രം അസാധാരണമായ രീതിയിൽ ചെയ്തു എന്നതോ അല്ല, പ്രവർത്തനത്തോടുള്ള വിശ്വസ്തതയാണ് പ്രതിഫലം കൊടുക്കുന്നതിന് മാനദണ്ഡമായിരിക്കുന്നതിൻ്റെ വസ്തുത. എത്ര അനുഗ്രഹീതമായ, പ്രോത്സാഹജനകമായ ഒരു ചിന്തയത്രേ നാം ഇവിടെ കാണുന്നത്. 20-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. ഇതിനു മുമ്പുള്ള അധ്യായത്തോടെ ഈ ഉപമയ്ക്കുള്ള ബന്ധം വളരെ അടുത്തതാണ്. 19-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ പറയുന്നത്, എങ്കിലും മുമ്പന്മാർ പലർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും എന്നത്രേ. 20-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും എന്നത്രേ. ഈ ഉപമയുടെ ആരംഭത്തിലും പിൻപന്മാർ മുൻപന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും എന്ന ചിന്ത കാണുന്നതിനാൽ ഒരു പ്രത്യേകത അനുഭവപ്പെടുന്നില്ലേ? 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ട് മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ട്, നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു. നോക്കണേ, 6-ാം മണി എന്ന് പറഞ്ഞാൽ നട്ടുച്ചയാണ്. 9-ാം മണി എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 3 മണി സമയമാകുന്നു. ഇനി 11-ാം മണി നേരത്തും ചെന്നു എന്ന് നാം വായിക്കുന്നു. 6 മുതലുള്ള വാക്യങ്ങളിൽ, മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായിക കൊണ്ടത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ, നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടയവൻ തൻ്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ച് പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. മുമ്പന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവൻ്റെ നേരെ പിറുപിറുത്തു, ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? നിൻ്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിൻ്റെ കണ്ണ് കടിക്കുന്നുവോ?
ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഉദാഹരിക്കുന്ന ഒരു ഉപമയായി നാം ഇതിനെ വായിക്കുന്നു. നിങ്ങൾ എത്ര കാലം ശുശ്രൂഷ ചെയ്തു എന്നതോ എത്രമാത്രം ശ്രേഷ്ഠമായതോ പ്രധാനപ്പെട്ടതോ ആയ പദവിയാണ് നിങ്ങൾ വഹിച്ചിരുന്നത് എന്നതല്ല നിങ്ങളുടെ പ്രതിഫലം നിർണ്ണയിക്കുവാനുള്ള അടിസ്ഥാനം. ഇക്കാര്യം പ്രത്യേകം നാം ഓർക്കണം. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്. ഇവിടെ കർത്താവ് യെരുശലേമിലേക്കുള്ള യാത്രയിലാകുന്നു എന്ന് ഓർത്തിരിക്കണം. ഈ ഭാഗത്തിൻ്റെ ഭൗമികവും ഭൂമിശാസ്ത്രപരവുമായ ഗതി പ്രത്യേകം ശ്രദ്ധിച്ചാലും യേശുവും ശിഷ്യന്മാരും യോർദാൻ താഴ്വര വിട്ട് യെരുശലേമിലേക്ക് പോവുകയാണ്. അതായത് താൻ ക്രൂശിൽ മരിക്കുവാനുള്ള ഇടത്തേക്ക് പോവുകയാണ്. 18ഉം 19ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ, അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. ഈ പറഞ്ഞതിനേക്കാൾ ലളിതമായും വ്യക്തമായും കർത്താവിന് പറയുവാൻ സാധിക്കുമോ? തൻ്റെ മരണത്തെക്കുറിച്ച് അവൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം തന്നെ 4-ാമത്തെ പ്രാവശ്യമാകുന്നു ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറെ കൂടി വ്യക്തമാണെന്ന് മാത്രം. തനിക്ക് സംഭവിപ്പാൻ പോകുന്നത് അതുപോലെ തന്നെ അവൻ പറയുകയാണ്. എന്തുകൊണ്ടോ അവൻ പറഞ്ഞത് ഗ്രഹിപ്പാൻ ശിഷ്യന്മാർക്കും കഴിഞ്ഞില്ല. അവരുടെ പരിപാടിയിൽ ഒരിക്കലും ചേരാത്ത ഒരു കാര്യമായിരുന്നു ഈ പറയുന്നത്. എന്തായിരുന്നാൽ തന്നെയും ഇന്ന് നിങ്ങളും ഞാനും വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം എന്തെന്നാൽ, യെരുശലേമിലേക്ക് പോയി മരിക്കുക എന്നത് യേശുവിൻ്റെ ശപഥമായിരുന്നു. ഇതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നമുക്ക് അല്പസമയം ചിന്തിക്കാം. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും അവൻ അവിടെ ചെന്നു. അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അതൊരിക്കലും വിശ്വസിക്കുവാൻ കഴിയുമായിരുന്നില്ല. തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ഈ പ്രഖ്യാപനം യേശു നടത്തുമ്പോൾ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും അമ്മ അവൻ്റെ അടുക്കൽ വന്ന് ഒരു കാര്യം അവൾക്ക് ചെയ്തു തരണമേ എന്ന് അപേക്ഷിക്കുന്നു. 20ഉം 21ഉം വാക്യങ്ങളിൽ, അന്ന് സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവൻ്റെ അടുക്ക് വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. നമ്മിൽ പലരും ഇങ്ങനെയല്ലേ? നാം പലപ്പോഴും യേശുവിനെ ആരാധിക്കുന്നത് വല്ലതും ലഭിക്കണമെന്ന ഒറ്റ ചിന്തയോട് മാത്രം. ഞാൻ ആത്മീകനായതിനാൽ ദൈവം എന്നെ ഭൗതികമായി അനുഗ്രഹിക്കുമെന്ന ചിന്ത. ഇത് കഴിഞ്ഞ് ഒന്നിനും കുറവില്ലാത്ത സ്വർഗത്തിൽ പ്രവേശിക്കുകയും വേണം. ഇതിനപ്പുറം ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചോ കഷ്ടതകളെക്കുറിച്ചോ മറ്റുള്ളവരെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയുമില്ല. ഈ പോക്ക് തീർച്ചയായും തെറ്റാണ്. കർത്താവ് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തു വേണം? അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിൻ്റെ രാജ്യത്തിൽ ഒരുത്തൻ നിൻ്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. ഇപ്രകാരത്തിലൊരു സമയത്ത് ഇതുപോലൊരു സാഹചര്യത്തിൽ അല്ലായിരുന്നെങ്കിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവി ആഗ്രഹിക്കുന്ന ഏതൊരു മാതാവും അപേക്ഷിക്കുവാൻ സാധ്യതയുള്ളൊരു സ്വാഭാവിക അപേക്ഷയായി മാത്രമേ ഇതിനെ നമുക്ക് കാണുവാൻ കഴിയൂ. പക്ഷേ ഈ പറഞ്ഞ അവസരത്തിൽ അവൾ ആ സാഹചര്യം അറിയാതെ പോയി. കർത്താവ് എത്ര പ്രാവശ്യമാണ് അവരോട് ഇത് വിവരിക്കുന്നത്. അതെ, അവൾ ചോദിച്ചപ്പോൾ സത്യത്തിൽ അവിടെ സംഭവിച്ചത് എന്തെന്ന് അവൾ ചിന്തിക്കാതെ പോയി. യേശു കർത്താവ് അവളോട് പറഞ്ഞിരുന്ന മറുപടി 22-23 വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്കൊരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ ഭാഗത്തെ അർത്ഥം അറിയാതിരിക്കരുത്. കാരണം ഇന്ന് ദൈവമക്കൾക്ക് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമത്രേ ഇവിടെ പറയുന്നത്. ആർക്കും നൽകുവാനായി തൻ്റെ വലത്തും ഇടത്തും സ്ഥലമില്ല എന്ന് നമ്മുടെ കർത്താവ് പറയുന്നില്ല. എന്നാൽ അവൻ പറയുന്നത് യാക്കോബിനെ സംബന്ധിച്ചോ യോഹന്നാനെ സംബന്ധിച്ചോ
മറ്റാർക്കുമോ സ്ഥാനങ്ങൾ നിയമബന്ധിതമല്ലാതെ താൻ നൽകുമെന്ന് കരുതേണ്ടതില്ല എന്നത്രേ. സ്ഥാനങ്ങൾ അതിനായി തങ്ങളെ തന്നെ ഒരുക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. യാചിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് സ്വർഗം. നിങ്ങളുടെ ആത്മരക്ഷയ്ക്കായി നിങ്ങൾ ഒന്നുമേ ചെയ്യുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവിടുത്തെ അതിമഹത്തായ കൃപയാൽ അത്രേ നാം രക്ഷിക്കപ്പെടുന്നത്. എന്നിരുന്നാൽ തന്നെ സുഹൃത്തെ, സ്വർഗത്തിലെ നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ പ്രതിഫലം ഈ ഭൂമിയിൽ നിങ്ങൾ ചെയ്യുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അത്രേ നിർണയിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തു വിശ്വാസികൾ ഇന്ന് ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരാകുന്നു എന്ന് പലപ്പോഴും എനിക്ക് തോന്നിപ്പോവുകയാണ്. അതേ സുഹൃത്തെ, എപ്രകാരം ഒരു സ്ഥലമാണ് നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ സ്വർഗത്തിലൊരു സ്ഥലത്തിനായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ മേടിക്കാനല്ല, അതിന് കിട്ടില്ലല്ലോ. നാം എല്ലാവരും ഇത് ചെയ്തേ മതിയാകും. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുകയുണ്ടായി, മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നു എന്ന്. ഇന്നത്തെ നമ്മുടെ പ്രശ്നം, എന്തെങ്കിലും നേടുവാൻ തന്നെ പരിശ്രമിക്കുന്നവർ വിരളമാണ്. രക്ഷ ഒരു സൗജന്യ ദാനമായി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു പ്രതിഫലം പ്രാപിക്കേണ്ടതിനായി നാം ഓട്ടക്കളത്തിലേക്ക് ഇറങ്ങിയേ മതിയാകൂ. പലരും വെറുതെ കയ്യും കെട്ടിയിരുന്നിട്ട് പ്രതിഫലം പ്രാപിക്കുവാനുള്ള പുറപ്പാടിലാണ്. അത് എങ്ങനെ സാധ്യമാകുവാനാണ്? 24-ാം വാക്യത്തിൽ നാം കാണുന്നത്, ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. എന്തിനാണ് അവർ നീരസപ്പെട്ടത് എന്നറിയാമോ? അത് യേശുവിൻ്റെ ഇടത്തും വലത്തുമുള്ള സ്ഥാനങ്ങൾ കൈക്കലാക്കുവാൻ അവരും താല്പര്യപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ചോദിക്കുവാനുള്ള ധൈര്യമില്ലാതെ പോയി. 25 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം. സേവനത്തിൻ്റെയും മഹനീയതയുടെയും ഒരു പുതിയ കാഴ്ചപ്പാടാണ് നാം ഇവിടെ കാണുന്നത്. ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ മനസ്സിൽ ഇത് വ്യക്തമായി പതിയേണ്ടതത്രേ. പലപ്പോഴും മറ്റുള്ളവരെ ചവിട്ടി താഴ്ത്തിയിട്ടാണ് നാം ഉയരങ്ങളിലെത്തുവാൻ ശ്രമിക്കുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തേ, നിങ്ങൾ കർത്താവിന് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ള സകല പാട്ടുകാരെയും തറപറ്റിക്കുവാനുള്ള ആഗ്രഹത്തിൽ പാടരുത്. അവർക്കുള്ള അവസരങ്ങൾ കൂടി തട്ടിയെടുക്കുവാൻ ശ്രമിക്കരുത്. നിങ്ങളൊരു സുവിശേഷ പ്രസംഗകനാകുന്നുവെങ്കിൽ മറ്റെല്ലാ പ്രസംഗകരെയും തള്ളിയിട്ടിട്ട് പ്രസംഗിക്കുവാൻ ആരംഭിക്കരുത്. എന്തുമാത്രം സാധ്യതകൾ നമുക്ക് മുമ്പിലുണ്ട്. അവരും പ്രയോജനപ്പെടട്ടെ, നമുക്കും പ്രയോജനപ്പെടാം. വലിയ ആളാകുവാനുള്ളതും ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാനുള്ളതുമായ മാർഗം എന്തെന്ന് ക്രിസ്തു വ്യക്തമാക്കുന്നു. അതെ, ഏറ്റവും താഴ്ന്ന പടിയിലേക്ക് ഇറങ്ങുക. അല്ലാത്ത മാർഗം ക്രിസ്തുവിൻ്റേതല്ല, ദൈവീകമല്ല, വെറും മാനുഷികം. എത്ര വലിയ സ്ഥാനത്താണെങ്കിലും ഒരു ശുശ്രൂഷകൻ്റെ, അതെ ഒരു ദാസൻ്റെ മനോഭാവം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ സുഹൃത്തെ? ഒന്നാമനാകുവാനുള്ള നിങ്ങളുടെ താല്പര്യം നല്ലതാണ്. പക്ഷേ ദാസനാകുവാനുള്ള മനസ്ഥിതി ഇല്ലാതെ ഒന്നാമനാകുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. നമുക്ക് താഴ്മ ധരിക്കാം, അഹങ്കാര മനോഭാവം ഉപേക്ഷിക്കാം. ഇപ്പോൾ യേശുവും ശിഷ്യന്മാരും യെരുശലേമിനോട് വളരെ അടുത്ത് കഴിഞ്ഞു. ഈ അവസരത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് തനിക്ക് വരുവാൻ പോകുന്ന പീഡാനുഭവത്തെക്കുറിച്ച് 5-ാം പ്രാവശ്യം പറയുന്നതാണ് നാം കാണുന്നത്. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഇത് മഹത്തായ ഒരു വാക്യമാണ്. ഓരോ വിശ്വാസിയും മനഃപ്പാഠമാക്കേണ്ടതായ ഉന്നതമായ ഒരു വാക്യം. യേശു ഒരു ദാസനെ പോലെ വന്നു. അവിടുത്തെ പങ്കപ്പാടുകളെ പിൻപറ്റുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. 29-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു.
ഇവിടെ യേശുവും ശിഷ്യന്മാരും യെരിഹോവിൽ നിന്നും യെരുശലേമിലേക്ക് പോകുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. നല്ല ശമരിയക്കാരൻ്റെ ആ കഥയിലെ മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോഴാണ് കള്ളന്മാരുടെ കയ്യിലകപ്പെട്ടത്. അപ്പോൾ കള്ളന്മാരുടെ കൈകളിൽ മരിക്കുന്നതിനായി യേശു കർത്താവ് യെരിഹോവിൽ നിന്ന് യെരുശലേമിലേക്ക് പോവുകയാണ്. ആ വശത്ത് നിങ്ങൾക്കും എനിക്കും എത്തുവാൻ സാധ്യമല്ല. നമുക്കവൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ വരുവാൻ മാത്രമേ സാധിക്കൂ. അവിടുന്ന് നമുക്ക് പകരമായി മരിച്ചു. എൻ്റെയും നിങ്ങളുടെയും പാപം അവൻ സ്വയം വഹിച്ചു. ഇവിടെ ഒരു സംഭവമാണ് 30-ാം വാക്യത്തിൽ. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. എനിക്ക് ഈ 2 പേരെ വളരെ ഇഷ്ടമാണ് കേട്ടോ. അവരെ 2 പേരെ മിണ്ടാതാക്കുവാൻ ആരാലും സാധിച്ചില്ല. 31-ാം വാക്യത്തിൽ വായിക്കുന്നത്, മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. അവർ അവനെ എത്ര കൃത്യമായിട്ടാണ് സംബോധന ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവേ, ദാവീദ് പുത്ര. അവിടുന്ന് രാജാവാകുന്നു എന്നത് അവർ അംഗീകരിച്ചു. കനാന്യ സ്ത്രീ യേശുവിനെ ആദ്യം ദാവീദ് പുത്ര എന്ന് വിളിച്ചപ്പോൾ യേശു അവളെ ഓർപ്പിച്ചത് അവനെ അങ്ങനെ വിളിക്കുവാൻ അവൾക്ക് ഒരവകാശവുമില്ല എന്നത്രേ. ഈ കുരുടന്മാർ 2 പേരും യഹൂദന്മാരായിരുന്നു. യേശുവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കുവാൻ അവർക്ക് അവകാശമുണ്ടായിരുന്നു. അവർ അത് അങ്ങനെ തന്നെ ചെയ്തു. 32-33 വാക്യങ്ങളിൽ നാം കാണുന്നത്, യേശു നിന്നു അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം എന്നവർ പറഞ്ഞു. ഈ കുരുടന്മാരുടെ പ്രശ്നം ആർക്കും വ്യക്തമായി കാണാവുന്ന ഒന്നായിട്ടും എന്തുകൊണ്ടായിരിക്കും കർത്താവ് അവരോട് ചോദിച്ചത്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന്? അതിനൊരു അർത്ഥമുണ്ടല്ലേ? അതേ സുഹൃത്തെ, നിങ്ങൾ യേശുവിനടുത്ത് വരുമ്പോൾ നിങ്ങളുടെ ആവശ്യം അവനോട് നേരിട്ട് പറയുവാൻ മടിക്കരുത്. രക്ഷയ്ക്കായി നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് വരുന്നു എങ്കിൽ നിങ്ങൾ ഒരു പാപിയാകുന്നു എന്നും അവിടുത്തെ രക്ഷ നിങ്ങൾക്ക് ആവശ്യമാകുന്നു എന്നും യേശുവിനോട് നേരിട്ട് പറയണം. അങ്ങനെ പറയുവാൻ മനസ്സില്ല എങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുകയുമില്ല. ഈ മനോഭാവത്തെയാണ് ക്രൂശിൻ്റെ ഇടർച്ച എന്ന് ബൈബിൾ വിളിക്കുന്നത്. യേശുവിൻ്റെ അടുത്ത് വന്ന് ആവശ്യം പറയുവാൻ മടി കാണിക്കുന്ന ആ അവസ്ഥ. തങ്ങളുടെ സ്വയനീതി എന്ന സുഗന്ധദ്രവ്യവും സൽക്കർമ്മങ്ങളും കൊണ്ട് ക്രൂശിങ്കിലേക്ക് വരുവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തിന് സമർപ്പിക്കാൻ നമ്മുടെ കൈവശം യാതൊരു നന്മയുമില്ല. പരിശീലനം കൊണ്ടും മനഃശാസ്ത്രം കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ഒന്നും നമുക്ക് മനുഷ്യ സ്വഭാവത്തെ സുന്ദരമാക്കുവാൻ സാധിക്കില്ല. പാപികളായി നാം അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ രക്ഷകനായി അംഗീകരിക്കണം. ഇവിടെ ഇതാ കാഴ്ചയില്ലാതിരുന്ന 2 പേർ തങ്ങളുടെ ആവശ്യവുമായി യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് അവനോട് പറയുകയാണ്, കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം. യേശു എന്താണ് ചെയ്തത്? മനസ്സലിഞ്ഞ് അവരുടെ കണ്ണ് തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു അവനെ അനുഗമിച്ചു. നമ്മുടെ യേശു അവരെ സൗഖ്യമാക്കി. അവർ അവനെ അനുഗമിച്ചു. അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നാം മറക്കരുത്. അവൻ ക്രൂശിങ്കിലേക്കുള്ള വഴിയിലായിരുന്നു. മറ്റുള്ളവർ ഈ കണ്ണ് കാണാൻ കഴിയാതിരുന്ന ആളുകളെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചപ്പോഴും അവർ അധികം നിലവിളിച്ചതേയുള്ളൂ. അവർക്ക് ലഭിച്ച അവസരം അവർ തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടു. അതേ സുഹൃത്തെ, നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിപ്പാൻ നമുക്ക് മനസ്സുണ്ടോ? എങ്കിൽ അനുഗ്രഹം നിശ്ചയമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ സ്വഭാവ പരിമിതികളും വീഴ്ചകളും വചനത്തിൽ മറച്ചു വെക്കാതെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ നമുക്ക് സമസ്വഭാവമുള്ള സാധാരണ മനുഷ്യനായിരുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ്. എങ്കിലും പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ അവരിലുണ്ടായ ദൈവാനുരൂപമായ രൂപാന്തരം അത്ഭുതകരമായിരുന്നു. മനുഷ്യനെ സമൂലമായി മാറ്റിമറിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്നതിൻ്റെ ജീവനുള്ള തെളിവാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം.